അതെ, നമ്മളെ സ്റ്റോറി വായിച്ചു നോക്കിയാണോ? ഞാൻ വായിച്ചിരുന്നു, പക്ഷേ അതൊരു ഓൺലൈൻ മാത്രമല്ലേ ഉള്ളൂ. അല്ലേ, ഇതിന് മുമ്പത്തെ സ്റ്റോറീസും കാര്യങ്ങളും അത് ഇഷ്ടപ്പെട്ടാകും. ഈ സ്റ്റോറി ഈ ഒരു ഓൺലൈൻ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കണം. അതിനാണ് ഞാൻ മെയിനായിട്ട് വിളിച്ചത്. ചുറ്റും വാങ്ങി ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിൽ 6 പേര് ഈ കില്ലറിനെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീടിൻ്റെ ഉടമ മുകളിൽ വിളിച്ച് നിൽക്കുന്നുണ്ട്. കില്ലർ ആ വീടിൻ്റെ വാതിൽ മുട്ടാണ്. ഡോർ ലോക്ക് ചെയ്യാത്തതുകൊണ്ട് കില്ലർ വാതിൽ തളിത്തുറന്ന് അകത്തേക്ക് കയറാണ്. കയ്യിലുണ്ടായിരുന്ന ഫുഡ് അവിടെ തട്ടിട്ടുണ്ടായിരുന്ന ടേബിളിൽ ഈ ഫുഡ് കില്ലർ അവിടെ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ട്സിലൊരു ആപ്പിൾ കില്ലർ എടുത്ത് കയ്യിൽ പിടിക്കണം. എടുത്തൊരു കടി കടിക്കുമ്പോഴത്തേക്കും അവിടെ ഒളിച്ചിരുന്ന 6 പേര് പുറത്തേക്ക് വരാണ്. കില്ലർ അവരുടെ മുഖത്ത് നോക്കി ഒരു ചിരി തിരിച്ചുകൊണ്ട് ആപ്പിൾ നേരെ അറിയാം. ആ ആപ്പിൾ നേരെ ചെന്നൊരു ഉച്ചകോടം കഴിയും. രാവിലെ നോക്കുമ്പോൾ വീടിൻ്റെ ഉടമയടക്കം 6 പേര് മരിച്ചതാണ്. പോലീസ് ഇരുന്ന് ഫോറൻസിക് ടീം വരുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ഫിംഗർ പ്രിൻറ്റ്, ഫുട് പ്രിൻറ്റ്, കില്ലർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാലൻസ്, വേസ്റ്റ്, സ്റ്റോർ, ഇത്രയധികം ഡീറ്റെയിൽസ് ഇട്ടിട്ട് കില്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ പോസിബിൾ ആവും? ഒരാളുടെ ഫിംഗർ പ്രിന്റ്, ഫുഡ് വേസ്റ്റ്, സ്റ്റൂൾ ഇതെല്ലാം കിട്ടിയിട്ടും ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് നറേറ്റ് ചെയ്ത്